സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചെന്നക്കലങ്ങാടി സ്വദേശിയായ 11-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3 പനി ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ ചികിത്സ തേടിയ മലപ്പുറം ചെനക്കലങ്ങാടി സ്വദേശിയായ 11 വയസ്സുകാരിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് എവിടെ നിന്ന് രോഗബാധ ഉണ്ടായി എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടിയുടെ വീടിന് സമീപത്തെ തോട്ടിലും കോഴിക്കോട് കായണ്ണയിലെ ടർഫിനോട് ചേർന്ന പൂളിലും കുട്ടി കുളിച്ചിരുന്നു. ഇവിടുത്തെ ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കും. വാട്ടർ സാമ്പിൾ എടുക്കുന്നുണ്ട്. ഈ തോട്ടിലുള്ള വാട്ടർ സാമ്പിളും അതുപോലെ തന്നെ അവർ വീട്ടിലുള്ള വാട്ടർ സാമ്പിളും നമ്മൾ അത് റീജിയണൽ ലാബിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിലേക്കും നമ്മൾ വാട്ടർ സാമ്പിൾ അയക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ എടുത്തിട്ട് അത് അയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സാധ്യത തോട്ടിൽ നിന്ന് കുറേ പേര് കുളിച്ചിട്ടുണ്ട്, അവർക്കൊന്നും പനി വന്നിട്ടുമില്ല. മാത്രമല്ല നല്ലോണം ഒഴുക്കുള്ള വെള്ളമാണ്, നമുക്ക് നോക്കിയാൽ തന്നെ ഇപ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലുള്ള മൊത്തമുള്ള ആൾക്കാരെ വീടുകൾ കയറിക്കൊണ്ട് ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സഹായത്തോടു കൂടി ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇതോടെ 3. രോഗം സ്ഥിരീകരിച്ച ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണുള്ളത്. അന്നശ്ശേരി സ്വദേശിയായ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയിലും മാറ്റമില്ല. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 4-ാം ക്ലാസ്സുകാരി അനയയുടെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പരിശോധന നടത്തി. ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്ത മറ്റ് സ്ഥലങ്ങളിലും സംഘം പരിശോധന നടത്തും. ജനം, കോഴിക്കോട്.